തിരുവനന്തപുരം ജില്ലയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. രാത്രി ഏകദേശം 9 മണിയോടുകൂടി തിരുവനന്തപുരം ജില്ലയിലെ കരമന പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു പരാതിയുമായി എത്തി. വൈകുന്നേരം ഏകദേശം 5 മണിയോടുകൂടി കരമന ഭാഗത്തുള്ള ഒരു കടയുടെ വരാന്തയിൽ ജ്യൂസ് കുടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അനന്തു എന്ന ചെറുപ്പക്കാരൻ. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ 3 പേർ ബൈക്കിലെത്തുകയും അനന്തു എന്ന ചെറുപ്പക്കാരനെ ബലപ്രയോഗത്തിലൂടെ തങ്ങളുടെ വണ്ടിയിലേക്ക് കയറ്റുകയും പിന്നീട് അനന്തുവിന്റെ ബൈക്കും അവിടെ നിന്ന് എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു എന്നുള്ള പരാതിയുമായിട്ടായിരുന്നു ചെറുപ്പക്കാർ സ്റ്റേഷനിലേക്ക് എത്തിയത്. പരാതിയുമായി എത്തിയ ചെറുപ്പക്കാർക്ക് പോലീസിനോട് കടുത്ത വിരോധവും തോന്നി. കാരണം സംഭവമുണ്ടായി 5:30 തന്നെ ചെറുപ്പക്കാരടങ്ങുന്ന സംഘം കരമന സ്റ്റേഷനിലെത്തി വിവരം അറിയിച്ചതായിരുന്നു. എന്നാൽ രാത്രി ഏകദേശം 9 മണിയായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ അന്വേഷണം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ കടുത്ത അതൃപ്തി പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയത്. ഗുണ്ടാ സംഘത്തിൽപ്പെടുന്ന ആളുകളാണ് അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയ കൂട്ടത്തിലുണ്ടായിരുന്നതെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്ന് കരമനയിലും ആറ്റിങ്ങലിലുമൊക്കെ അനന്തുവിനു വേണ്ടി തിരച്ചിൽ നടത്തിയിരുന്നു. ഗുണ്ടാ സംഘം ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള മേഖലകളിലൊക്കെ നാട്ടുകാരടങ്ങുന്ന സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും അനന്തുവിനെ എങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏകദേശം ഒരു 25 പേരടങ്ങുന്ന ടീമാണ് വിവിധ ഗ്രൂപ്പുകളായി തിരഞ്ഞ് അനന്തിനു വേണ്ടി തിരച്ചിൽ നടത്തുന്നത്. ആളുകൾ ചേർന്ന് തിരച്ചിൽ നടത്തുന്നതിനിടയിലായിരുന്നു കൂട്ടത്തിലൊരു വ്യക്തിയുടെ ഫോണിലേക്ക് അനന്തുവിന്റെ ഫോണിൽ നിന്നും ഒരു കോൾ എത്തിയത്. കോൾ അറ്റൻഡ് ചെയ്ത സമയത്ത് മറുഭാഗത്തു നിന്നും അനന്തുവിന്റെ ഉറക്കെയുള്ള നിലവിളി ശബ്ദമായിരുന്നു ആ സംഘം കേട്ടത്. തന്നെ കൊല്ലരുതെന്ന് ഏതോ വ്യക്തികളോട് അനന്തു കേണപേക്ഷിക്കുന്ന ശബ്ദമായിരുന്നു മറുതലക്കിലുള്ള ആളുകൾ കേട്ടത്. നിമിഷങ്ങൾക്കകം തന്നെ ആ ഫോൺ കോൾ കട്ടാവുകയും ചെയ്തു. പിന്നീട് അനന്തുവിന്റെ നമ്പറിലേക്ക് വിളിച്ചിട്ടൊന്നും കിട്ടാത്ത സാഹചര്യവും ഉണ്ടായി. ഈ സമയത്തായിരുന്നു എല്ലാവരും ചേർന്ന് കരമന സ്റ്റേഷനിലെത്തി അതിവേഗം പരാതി നൽകിയത്. പരാതി ലഭിച്ച് ഉടൻ തന്നെ പോലീസ് സംഘം അനന്തുവിനായുള്ള തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും കരുതിയത്. എന്നാൽ രാത്രി ഏകദേശം 8:30 മണിയായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുമുള്ള അന്വേഷണം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ ചേർന്ന് കോർപ്പറേഷൻ കൗൺസിലറെ വിവരം ധരിപ്പിച്ചത്. കൗൺസിലർ ഇടപെട്ടതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രഷർ അനുഭവപ്പെടുകയും വീണ്ടും അനന്തുവിന്റെ ബന്ധുക്കളെയൊക്കെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും പോലീസ് സംഘം ചെയ്തു. അതിനുശേഷമാണ് FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. വൈകുന്നേരം 5:30 മണിയോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസിന്റെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 9 മണിക്ക് ശേഷമാണ്. FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടതും പോലീസ് സംഘം ജീപ്പുകളുമായി അന്വേഷണത്തിനിറങ്ങി. അനന്തുവിനെ കാണാതായ കടയുടെ ഭാഗത്തായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് സംഘം അന്വേഷണത്തിനെത്തിയത്. കൂടി നിന്ന ആളുകളൊക്കെ തങ്ങൾ കണ്ട വിവരങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു. ആ രാത്രി മുഴുവൻ പോലീസ് സംഘം അനന്തുവിനെ ആ നാടാകെ തിരക്കിയെങ്കിലും അനന്തുവിനെ ഒരു സ്ഥലത്തും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അനന്തുവിന്റെ ഫോണിൽ നിന്നും അവസാനമായി കോൾ വന്ന ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ പോലീസ് സംഘം തീരുമാനിച്ചെങ്കിലും അപ്പോഴേക്ക് സമയം ഒരുപാട് വൈകിയിരുന്നു. തൊട്ടടുത്ത ദിവസം അതിരാവിലെ തന്നെ ഒരു ഫോൺ കോൾ സ്റ്റേഷനിലേക്ക് എത്തി. അനന്തുവിന്റെ ബൈക്ക് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു കടയുടെ പരിസരത്തിരിക്കുന്നതായി ചില നാട്ടുകാർ കണ്ടു എന്നുള്ളതായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിച്ച വിവരം. വിവരമറിഞ്ഞ ഉടൻ തന്നെ ചില പോലീസുകാർ സംഭവസ്ഥലത്തെത്തി ബൈക്ക് അനന്തുവിന്റേത് തന്നെയെന്ന് ഉറപ്പിച്ചു. അനന്തുവിന്റെ ബൈക്ക് കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തെവിടെയെങ്കിലും അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയവർ അയാളെ ഉപേക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് കരുതി പോലീസ് സംഘം ആ പരിസരത്തൊക്കെ ഒരു തിരച്ചിൽ നടത്തി. അനന്തുവിന്റെ ബൈക്ക് കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തായി വിജനമായ ഒരു പ്രദേശമുണ്ട്. ആളുകളൊക്കെ വേസ്റ്റും മറ്റും വലിച്ചെറിയുന്ന ഒരു സ്ഥലമാണത്. അവിടെ മദ്യപിക്കുന്ന വ്യക്തികൾ പലപ്പോഴും ഒത്തുകൂടുന്നത് പതിവായതുകൊണ്ട് തന്നെ ആ പ്രദേശത്തൊക്കെ അനന്തുവിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ചേർന്ന് ഒരു തിരച്ചിൽ നടത്തി. ആ വിജനമായ പ്രദേശത്ത് നാട്ടുകാർ ചേർന്ന് തിരച്ചിൽ നടത്തുന്നതിനിടയിലായിരുന്നു കൂട്ടത്തിലൊരു വ്യക്തിയുടെ നിലവിളി ശബ്ദം പോലീസുകാർ കേൾക്കുന്നത്. നിലവിളി ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോലീസ് എത്തിയപ്പോഴേക്കും നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവരവിടെ കണ്ടത്. തൊട്ട് തലേ ദിവസം കാണാതായി എന്ന് നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് പരാതി നൽകിയ അനന്തു ചലനമില്ലാതെ അവിടെ കമിഴ്ന്നു കിടക്കുന്ന കാഴ്ചയായിരുന്നു അത്. അനന്തുവിന്റെ തല അടിച്ചു പിളർത്തിയിരിക്കുകയാണ്. ഒറ്റ നോട്ടം മാത്രമേ പലർക്കും ആ കാഴ്ചയിലേക്ക് നോക്കാൻ കഴിഞ്ഞുള്ളൂ. തട്ടിക്കൊണ്ടുപോകൽ കേസായി അന്വേഷണം ആരംഭിച്ച ഒരു കേസ് കൊലപാതകമായി മാറിയിരിക്കുകയാണ്. SI വിവരമറിയിച്ചതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം സംഭവസ്ഥലത്തേക്ക് എത്തി. അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയി അരമണിക്കൂറിനകം തന്നെ കേസ് പോലീസ് സ്റ്റേഷനിൽ നൽകി കഴിഞ്ഞിരുന്നു. എന്നാൽ പോലീസ് അന്വേഷണം ആരംഭിച്ചത് തീർത്തും വൈകിയായതുകൊണ്ട് തന്നെ പോലീസിന്റെ അനാസ്ഥ കാരണമാണ് അനന്തുവിന് ഇത്തരത്തിലൊരു ഗതി ഉണ്ടായതെന്ന് നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ആക്രോശിച്ചു. പോലീസ് സംഘം വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്തേക്ക് എത്തി. അനന്തുവിന്റെ ബോഡി കിടക്കുന്നത് തീർത്തും അമ്പരപ്പിക്കുന്ന ഒരു ഭാഗത്താണ്. നിരവധി മദ്യക്കുപ്പികളാണ് ചിതറിക്കിടക്കുന്നത്. അതിന്റെ ഒത്ത നടുക്കായിട്ടാണ് അനന്തുവിന്റെ ബോഡി കിടക്കുന്നത്. ആ ബോഡിയുടെ ഇരു കൈകളിലെയും ഞരമ്പുകൾ മുറിച്ച നിലയിലാണ്. ഞരമ്പ് മുറിച്ച ഭാഗത്തു നിന്നും മുകളിലോട്ടുള്ള മാംസം വെട്ടിയെടുത്തിരിക്കുകയാണ്. തലയാകട്ടെ കല്ലുകൊണ്ട് അടിച്ചു പിളർത്തിയ നിലയിലാണ്. ശരീരം മുഴുവൻ മൂർച്ചയേറിയ ആയുധമോ കുപ്പി പൊട്ടിച്ച ചില്ലുകൾ കൊണ്ടോ വരഞ്ഞു മുറിച്ചതിന്റെ നിരവധി പാടുകളും കാണാം. അനന്തുവിനെ കൊലപ്പെടുത്തിയ വ്യക്തികൾ അവനെ കൊല്ലാക്കൊല ചെയ്താണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അനന്തുവിനെ പിടിച്ചുകൊണ്ടുപോയ വ്യക്തികളെ കുറിച്ച് തൊട്ട് തലേ ദിവസം തന്നെ വ്യക്തമായ ഇൻഫർമേഷൻ അനന്തുവിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പോലീസിന് നൽകിയതാണ്.
കുഞ്ഞുവാവ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരന്റെ കൂട്ടത്തിലുള്ള ആളുകളാണ് അനന്തുവിനെ പിടിച്ചുകൊണ്ടു പോയതെന്നായിരുന്നു അവർ പോലീസിനോട് പറഞ്ഞിരുന്നത്. കുഞ്ഞുവാവ എന്ന് വിളിക്കപ്പെടുന്ന വിജയരാജിന്റെ സംഘമാണ് ഇതിന് പിന്നിലെന്ന് നാട്ടുകാർക്കും വ്യക്തമായി. നേരത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട് കരമന ഭാഗത്തുള്ള അനന്തുവിന്റെ ടീമും അതോടൊപ്പം തന്നെ കുഞ്ഞുവാവ എന്നറിയപ്പെടുന്ന വിജയരാജിന്റെ ടീമും തമ്മിൽ ഒന്ന് ഉരസിയതാണ്. ആ സമയത്ത് വിജയരാജിന് നല്ല തല്ലും കിട്ടിയിട്ടുണ്ട്. അതാണ് വൈരാഗ്യത്തിന് കാരണമെന്നും പരാതി കൊടുത്ത സമയത്ത് തന്നെ അനന്തുവിന്റെ സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തല്ല് കിട്ടിയ കുഞ്ഞുവാവ അവന്റെ സുഹൃത്തുക്കളുമായി വന്ന് അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയതാണെന്നുള്ള കാര്യം നാടാകെ പാട്ടായി. കരമന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും വളരെ അടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ് നിലവിൽ അനന്തുവിന്റെ ഡെഡ് ബോഡി കിട്ടിയിരിക്കുന്നത്. പരാതി കിട്ടി അരമണിക്കൂറിനകം തന്നെ പോലീസ് സംഘം ഉഷാറായി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ അനന്തുവിനെ ജീവനോടെ തന്നെ ലഭിക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ പ്രക്ഷോഭവും ആരംഭിച്ചു. ഇതിനിടയിൽ ഫോറൻസിക് പരിശോധനയും ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കി അനന്തുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആദ്യഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് സംഘം അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയ ഭാഗത്തുള്ള നിരവധി CCTV ദൃശ്യങ്ങളാണ് കളക്ട് ചെയ്തത്. CCTV വിഷ്വൽസിൽ അനന്തുവിനെ 2 പേർ ചേർന്ന് ബൈക്കിലേക്ക് കയറ്റുന്നതും അവിടെ നിന്നും കൊണ്ടുപോകുന്നതുമൊക്കെ വ്യക്തമായി തന്നെ കാണാം. അവരോടിക്കുന്ന ബൈക്കിന് പിന്നിൽ തന്നെ അനന്തുവിന്റെ ബൈക്കുമായി മറ്റൊരു യുവാവും അവർക്ക് പുറകെ തന്നെയുണ്ട്. അനന്തു ബഹളമുണ്ടാക്കാതിരിക്കുന്നതിനായി വളരെ സൗഹൃദപരമായിട്ടാണ് ആ ചെറുപ്പക്കാർ അനന്തുവിനോട് പെരുമാറിയിരിക്കുന്നത്. അക്കാര്യങ്ങളെല്ലാം CCTV വിഷ്വൽസിൽ നിന്നും പോലീസിന് വ്യക്തമായി തന്നെ കാണാൻ കഴിഞ്ഞു. നിരവധി പോലീസ് സ്റ്റേഷനുകളും പോലീസ് ജീപ്പുകളും ഒക്കെ പിന്നിട്ട് തന്നെയാണ് ആ സംഘം യാത്ര ചെയ്യുന്നത്. അതായത് പോലീസിന്റെ കൺമുൻപിൽ കൂടി തന്നെയാണ് അനന്തുവിനെ 2 പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയതെന്ന് ചുരുക്കം. CCTV വിഷ്വൽസ് വിശദമായി പരിശോധിക്കുന്നതിനിടയിലായിരുന്നു കൂട്ടത്തിലുള്ള ഒരു പോലീസുകാരൻ SI നിർണായകമായ ഒരു കാര്യം പറയുന്നത്. ആ വിഷ്വൽസിലുള്ള ചെറുപ്പക്കാരിൽ ഒരാൾ നേരത്തെ തിരുവനന്തപുരം നഗരത്തെ വിറപ്പിച്ചിരുന്ന മൊട്ടമൂട് ഷാജിയെ കൊലപ്പെടുത്തിയ കൃഷ്ണൻ എന്ന വ്യക്തിയുടെ മകനാണെന്നായിരുന്നു ആ പോലീസുകാരൻ SI പറഞ്ഞത്. പോലീസ് സംഘത്തിന് വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ കൃഷ്ണൻ എന്ന വ്യക്തിയുടെ മകൻ കൂടിയുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. 2007 മൊട്ടമൂട് ഷാജിയെ കൊലപ്പെടുത്തിയ കേസിൽ കൃഷ്ണൻ എന്ന വ്യക്തിക്ക് ജീവപര്യന്തം കഠിന തടവ് വിധിച്ചത്. ശിക്ഷ കഴിഞ്ഞ് കൃഷ്ണൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ സമയത്താണ് പോലീസ് സംഘം കൃഷ്ണന്റെ വീട്ടിലേക്ക് അയാളുടെ മകനെ അന്വേഷിച്ചെത്തിയിരിക്കുന്നത്. കൃഷ്ണന്റെ മകനാണ് അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നതെന്ന് തങ്ങൾക്ക് വ്യക്തമായി എന്ന് പോലീസ് പറഞ്ഞപ്പോൾ തന്നെ പോലീസുകാരെ തീർത്തും ഞെട്ടിപ്പിക്കുന്ന ഒരു മറുപടിയാണ് കൃഷ്ണൻ പറഞ്ഞത്. തന്റെ മകനും സുഹൃത്തുക്കളും ചേർന്നാണ് അനന്തുവിനെ കൊലപ്പെടുത്തിയതെന്നും തന്റെ മകൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് തനിക്ക് വ്യക്തമായി അറിയാമെന്നും കൃഷ്ണൻ പോലീസുകാർ ചോദിക്കുന്നതിന് മുൻപ് തന്നെ പോലീസിനോട് പറഞ്ഞു. മൊട്ടമൂട് ഷാജിയുടെ കൊലപാതകത്തിൽ ശിക്ഷ ലഭിച്ചതിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കൃഷ്ണൻ തീർത്തും നല്ലവനായി മാറുകയും തീർത്ത സമാധാനപരമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾ തന്റെ മകൻ ചെയ്ത കാര്യങ്ങൾ പോലീസിന് മുൻപാകെ തുറന്നു പറഞ്ഞത്. കരമനയിലേക്ക് പോകുന്ന ഭാഗത്ത് കാരയ്ക്കാമണ്ഡപം എന്നൊരു സ്ഥലത്ത് ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുകയാണ് തന്റെ മകനും കൂട്ടാളികളുമെന്ന് കൃഷ്ണൻ പോലീസിന് മൊഴി നൽകി. ഹോട്ടലിൽ കഴിയുന്ന മകനും സുഹൃത്തുക്കൾക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതാകട്ടെ കൃഷ്ണനാണ്. ഭക്ഷണവുമായി കൃഷ്ണൻ ഹോട്ടലിലെത്തുന്ന സമയത്ത് പോലീസുകാരും ഒപ്പമെത്തിയാൽ അവരെ കൈയോടെ പിടികൂടാമെന്നും കൃഷ്ണൻ പോലീസിന് മൊഴി നൽകി. കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് പോലീസ് സംഘവും കൃഷ്ണനൊപ്പം ഹോട്ടലിലേക്ക് തിരിച്ചു. ഹോട്ടലിലെത്തിയ കൃഷ്ണൻ വാതിലിൽ തട്ടി വിളിച്ച സമയത്ത് തന്നെ ഭക്ഷണവുമായി തന്റെ അച്ഛൻ എത്തിയെന്ന് മനസ്സിലാക്കിയ മകൻ വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്തു. എന്നാൽ പുറത്തു നിൽക്കുന്ന പോലീസുകാരെ കണ്ട് അമ്പരന്ന് പോയ ചെറുപ്പക്കാർക്ക് ഓടി രക്ഷപ്പെടാൻ സാധിക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് സംഘം മുറിക്കുള്ളിലേക്ക് ഇരച്ചു കയറി മൂവർ സംഘത്തെയും കൈയോടെ പിടികൂടുകയും ചെയ്തു. പിന്നീട് അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു സങ്കേതത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്ന 2 പേരെ കൂടി പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു. അങ്ങനെയാണ് അനന്തുവിന്റെ മർഡർ കേസിൽ ആദ്യത്തെ അറസ്റ്റ് ഉണ്ടായത്. 5 അംഗ സംഘത്തെ കസ്റ്റഡിയിലെടുത്ത പോലീസ് സംഘം സ്റ്റേഷനിലെത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ തങ്ങൾക്കൊന്നും അറിയില്ല എന്ന് 5 പേരും ഉറപ്പിച്ചു പറഞ്ഞെങ്കിൽ പോലും പോലീസിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പലരും പല കഥകളും പറഞ്ഞു തുടങ്ങി. എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം കുഞ്ഞുവാവയുടെ ടീമിലുള്ള ഒരംഗത്തിന്റെ ബർത്ത്ഡേ ആഘോഷ പരിപാടിയിൽ നിന്നാണ്. ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനായി നിരവധി മദ്യക്കുപ്പികളാണ് സംഘം വരുത്തിയത്. സംഘത്തിലുണ്ടായിരുന്ന അനീഷ് എന്ന ചെറുപ്പക്കാരന്റെ ബർത്ത്ഡേ വളരെ നന്നായി ആഘോഷിക്കുന്നതിനിടയിലായിരുന്നു ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ കുഞ്ഞുവാവ എന്ന വ്യക്തിക്ക് തല്ലുകിട്ടിയ കാര്യം അയാൾ കൂട്ടുകാരോട് പറയുന്നത്. തല്ലുകിട്ടിയ കാര്യം കേട്ട ഉടൻ തന്നെ കുഞ്ഞുവാവയുടെ സഹോദരന്മാർ 2 പേരും അവനെ തല്ലിയ ആളുകളെ ഒന്നും തന്നെ വെറുതെ വിടുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. കുഞ്ഞുവാവെ തല്ലിയതാകട്ടെ അനന്തുവിന്റെ ടീമിലുള്ള വ്യക്തികളായിരുന്നു. തങ്ങളുടെ ടീമുകളുമായി മുട്ടിനിൽക്കാൻ കൊഞ്ചറുവിള ഭാഗത്തുള്ള ആളുകൾക്ക് ഒരു കാരണവശാലും കഴിയുകയില്ല എന്നും ആ ടീമിലുള്ള ഏതെങ്കിലും വ്യക്തികളെ കണ്ടെത്തി അവർക്ക് നല്ല തല്ലു കൊടുക്കണമെന്നും കുഞ്ഞുവാവയുടെ ടീം തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കൂട്ടത്തിലുള്ള ചില വ്യക്തികൾ അനന്തുവിന്റെ പേര് പറയുന്നത്. അനന്തു സ്ഥിരമായി വൈകുന്നേരം 5 മണിയോടുകൂടി കരമനയുള്ള ഒരു കടയുടെ ഭാഗത്തെത്തുന്നത് സ്ഥിരമായി ചില ആളുകൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എത്തുന്ന സമയത്ത് അനന്തുവിനെ കൈയോടെ പിടികൂടാനായിരുന്നു സംഘത്തിന്റെ തീരുമാനം.
അങ്ങനെയാണ് ആ സംഘം കരമനയിലുള്ള കടയ്ക്ക് സമീപത്തേക്ക് വൈകുന്നേരം 5 മണിയോടുകൂടി എത്തിയത്. അവർ കരുതിയതുപോലെ തന്നെ അനന്തുവും അവിടെ ഉണ്ടായിരുന്നു. അതിവേഗത്തിൽ തന്നെ അനന്തുവിന്റെ അടുത്തേക്ക് എത്തിയ സംഘം അനന്തുവിനോട് എന്തോ ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും അനന്തു സമ്മതിക്കാത്ത സാഹചര്യമുണ്ടായാൽ ആ കടയുടെ ഭാഗത്തിട്ട് തന്നെ അനന്തുവിനെ തീർക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനു ശേഷമാണ് അനന്തുവിനെ ബൈക്കിലേക്ക് കയറ്റിയത്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിന്നിരുന്ന അനന്തുവിന്റെ സുഹൃത്ത് തടയുന്നതിനായി അവിടെ ഓടിയെത്തിയെങ്കിലും അയാളെ ചവിട്ടിമറിച്ചിട്ടതിനു ശേഷം ആ സംഘം അനന്തുവുമായി അവിടെ നിന്നും അവരുടെ സങ്കേതത്തിലേക്ക് കടന്നു കളയുകയും ചെയ്തു. സങ്കേതത്തിലെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന കുഞ്ഞുവാവയുടെ സഹോദരന്മാർ ഉൾപ്പെടെയുള്ള സംഘം മദ്യപിച്ച് ബോധമില്ലാതെ ഇരിക്കുകയായിരുന്നു. ആ സംഘത്തിന് നടുവിലേക്കാണ് അനന്തുവിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന മൂവർ സംഘം തള്ളിയിട്ടത്. കുഞ്ഞുവാവയുടെ മൂത്ത സഹോദരനായ വിഷ്ണുരാജ് ആയിരുന്നു അനന്തുവിന്റെ ശരീരത്തിൽ ആദ്യം കൈവച്ചത്. അങ്ങനെ പിന്നീട് അവിടെ ഇരുന്ന ഓരോ വ്യക്തികളും ചേർന്ന് അനന്തുവിനെ തല്ലാൻ തുടങ്ങി. പിന്നീട് അവിടെ ഒരു ചിത്രവധം തന്നെയാണ് നടന്നത്. ഒരുപാട് തവണ തല്ലി അവശനാക്കിയതിനു ശേഷം അനന്തുവിന്റെ ശരീരത്തിൽ കുപ്പി പൊട്ടിച്ച് അവർ വരഞ്ഞു തുടങ്ങി. അവിടെ നടക്കുന്ന പാർട്ടിയിൽ സംഘത്തിൽപ്പെട്ട നിരവധി ആളുകൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നത് പതിവായിരുന്നു. വന്നു പോകുന്നവരിൽ പലരും പാർട്ടിയിൽ പങ്കെടുത്തതിന് ശേഷം തറയിൽ കിടക്കുന്ന അവശനായ അനന്തുവിനെ തല്ലിയതിനു ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത്. വേദന കൊണ്ട് പുളഞ്ഞ അനന്തു ഉറക്കെ ഉറക്കെ കരഞ്ഞു തുടങ്ങി. അനന്തുവിന്റെ കരച്ചിൽ മദ്യലഹരിയിൽ അവിടെ കൂടി നിന്നവരെയൊക്കെ ഹരം കൊള്ളിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും അനന്തുവിനെ കുത്തി മുറിവേൽപ്പിക്കുകയും അവനെ വീണ്ടും വീണ്ടും കരയിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് ആവേശം പൂണ്ട കുഞ്ഞുവാവയുടെ മൂത്ത സഹോദരനായ വിഷ്ണുരാജ് പെട്ടെന്നായിരുന്നു മറ്റൊരു കാര്യം പ്രവർത്തിച്ചത്. തറയിൽ വീണുകിടന്നിരുന്ന അനന്തുവിന്റെ ശരീരത്തിലേക്ക് ചാടിക്കയറി ഇരിക്കുകയും വിഷ്ണുവിന്റെ കൈവശമുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് അനന്തുവിന്റെ 2 കൈകളിലെയും ഞരമ്പുകൾ മുറിക്കുകയും ഞരമ്പിന്റെ മുകളിലോട്ടുള്ള കൈയുടെ ഭാഗത്തെ ദശ കത്തി ഉപയോഗിച്ച് വലിച്ചിരിയുകയും ചെയ്തു. തീർത്തും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് വിഷ്ണു ചെയ്തത്. അപ്പോഴേക്കും അനന്തു മരണത്തോട് ഏകദേശം അടുത്തിരുന്നു. ഒരു ഞരക്കം മാത്രമാണ് മറ്റുള്ളവർക്ക് പിന്നീട് കേൾക്കാൻ കഴിയുന്നത്. ഏകദേശം 7 മണിയോടുകൂടി വൈകുന്നേരം ഏകദേശം 7 മണിയോടുകൂടി അനന്തു പൂർണ്ണമായും നിശ്ചലനായി എന്ന് ആ സംഘത്തിന് മനസ്സിലായി. അതോടുകൂടി പാർട്ടി അവസാനിപ്പിച്ച് എല്ലാവരും അനന്തുവിനെ അവിടെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് മടങ്ങിപ്പോയി. അവിടെ നിന്ന് മടങ്ങിപ്പോയ സംഘത്തിലെ ചില ആളുകൾക്ക് ഒരു സംശയം തോന്നി. ഒരു പക്ഷേ അനന്തു മരിച്ചിട്ടുണ്ടായിരിക്കുകയില്ലേ എന്നായിരുന്നു ആ സംശയം. സംശയം തോന്നിയ ഉടൻ തന്നെ ആ സംഘം വീണ്ടും അനന്തു കിടക്കുന്ന ആ ഭാഗത്തേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. അതിന്റെ ഭാഗമായാണ് പിന്നീട് പോലീസുകാരും നാട്ടുകാരും കണ്ട മറ്റൊരു വലിയ പരിക്ക് അനന്തുവിന്റെ ബോഡിയിൽ സംഭവിച്ചത്. മടങ്ങിയെത്തിയ സംഘം അനന്തുവിന്റെ മരണം ഉറപ്പാക്കുന്നതിനു വേണ്ടി സമീപത്തുണ്ടായിരുന്ന വലിയൊരു കല്ലുപയോഗിച്ച് അനന്തുവിന്റെ തല അടിച്ചു പിളർത്തുകയും ചെയ്തു. 5 അംഗ സംഘം മൊഴി നൽകിയതിന്റെ ഭാഗമായി മറ്റ് ചില ആളുകളെ കൂടി പൂവാർ മേഖലയിൽ നിന്നും മറ്റും പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു. 14ഓളം വരുന്ന പ്രതികളെയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അന്വേഷണം പൂർത്തിയാക്കി 72-ാം ദിവസം തന്നെ കോടതിയിൽ കുറ്റപത്രം പോലീസ് സംഘം സമർപ്പിച്ചു. 1500 പേജുകളുള്ള കുറ്റപത്രമാണ് പോലീസ് സംഘം കോടതിയിൽ സമർപ്പിച്ചത്. 128 സാക്ഷികളും 114 രേഖകളുമാണ് പോലീസ് സംഘം കോടതിയിൽ ഹാജരാക്കിയത്. അനന്തുവിനെ മർദ്ദിച്ച ആ പ്രദേശത്തിന് തൊട്ടടുത്ത് തന്നെ ചില താമസക്കാരുമുണ്ട്. അനന്തുവിനെ മർദ്ദിച്ച സമയത്ത് ചില കരച്ചിലുകളൊക്കെ കേട്ടതായി നാട്ടുകാർ ആ സമയത്ത് കരമന സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തതുമാണ്. എന്നാൽ ആ സമയത്ത് അന്വേഷണം പോലീസ് സംഘത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരുന്നില്ല. കോടതി നടപടികളൊക്കെ പൂർത്തിയാക്കി പ്രതികളിൽ പലരും ജാമ്യത്തിൽ പുറത്തിറങ്ങി. അങ്ങനെ ജാമ്യത്തിൽ പുറത്തിറങ്ങി ഏതാനും നാളുകൾക്ക് ശേഷമാണ് ഞെട്ടിക്കുന്ന ഒരു വാർത്ത വീണ്ടും കേരളക്കര കേട്ടത്. അനന്തുവിന്റെ കൊലപാതകത്തിന് പിന്നിലുണ്ടായിരുന്ന അതേ ആളുകൾ തന്നെ കരമനയിൽ മീൻ വിൽപ്പന നടത്തുന്ന അഖിൽ എന്നൊരു ചെറുപ്പക്കാരനെ കല്ലുകൊണ്ടിടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വീണ്ടും ഞെട്ടിച്ചിരിക്കുന്നത്.